തേർഡ് സെമ്മിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് ഇലക്ട്രിക്കൽ മെഷീൻസ് 2. അതിൽ ഇലക്ട്രിക്കൽ മെഷീൻസിനെ കുറിച്ചിട്ടാണ് ഇതിൽ നമുക്ക് പറയുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഇൻഡക്ഷൻ മോട്ടോർ. ഇൻഡക്ഷൻ മോട്ടോർ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന മോട്ടോഴ്സിനെയാണെന്ന് പറയുന്നത് ഇൻഡക്ഷൻ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. വിവിധ തരത്തിലുള്ള മോട്ടോഴ്സ് ഉണ്ട്. DC മോട്ടോഴ്സ്, AC മോട്ടോഴ്സ്. അല്ല, AC മോട്ടോഴ്സിൽ തന്നെയുള്ള ഒരു ടൈപ്പാണ് ഇത് ഇൻഡക്ഷൻ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ ഉണ്ട് ആ മോട്ടോറിൻ്റെ പ്രത്യേകത. അത് പ്രധാനമായിട്ടും ഇൻഡക്ഷൻ മോട്ടോഴ്സ് രണ്ട് തരത്തിലാണുള്ളത്. ഫസ്റ്റ് വൺ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ആൻഡ് സെക്കൻഡ് വൺ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ്. ഇൻഡക്ഷൻ മോട്ടോഴ്സ് രണ്ട് ടൈപ്പാണുള്ളത്. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സും 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സും. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ അത് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നതാണ്. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടോഴ്സിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയാണ്ട്. ഒന്ന് എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതേപോലെ തന്നെ ഒരു മോട്ടോറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ദി കറൻറ്റ് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് കെപ്റ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ടെൻഡ് ടു ക്രിയേറ്റ് എ ഫോഴ്സ് എന്ന് പറഞ്ഞുള്ളത്. ഒരു കറൻറ്റ് ക്യാരിയിങ് ഒരു കറൻറ്റ് പ്രവഹിക്കുന്ന കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാകുന്നു, ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മോട്ടോർ വർക്ക് ചെയ്യുന്നത്. ഒരു കറൻറ്റ് പ്രവഹിക്കുന്ന അല്ലെങ്കിൽ കറൻറ്റ് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെക്കുകയാണെങ്കിൽ ആ കണ്ടക്ടറിൽ എന്തുണ്ടാകുന്നു, ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. An induction motor is an AC electric motor in which the electric current in the rotor needed to produce torque is obtained by electromagnetic induction from the magnetic field of the stator winding. എന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ മോട്ടോർ ഈസ് ആൻ AC ഇലക്ട്രിക് മോട്ടോർ. AC ഇലക്ട്രിക് മോട്ടറാണ് എന്ത് പറയുന്നത്, ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത്. ഇൻ വിച്ച് ദി ഇലക്ട്രിക് കറൻറ്റ് ഇൻ ദി റോട്ടർ നീഡഡ് ടു പ്രൊഡ്യൂസ് ടോർക്ക്. അപ്പോൾ ആ റോട്ടറിലുണ്ടാകുന്ന റോട്ടറിൽ ടോർക്ക് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം, ഒരു ഇലക്ട്രിക് കറൻറ്റ് ആവശ്യമുണ്ട്. ആ ഇലക്ട്രിക് കറൻറ്റ് എങ്ങനെയാണ് കിട്ടുന്നത്? ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന പ്രതിഭാസം മൂലം റോട്ടറിൽ ഇലക്ട്രിക് കറൻറ്റ് ഉണ്ടാകുന്നു. തന്മൂലം എന്ത് ചെയ്യുന്നു, റോട്ടറിൽ ഒരു ടോർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഫ്രം ദി മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദി സ്റ്റേറ്റർ വൈൻഡിങ്. അപ്പോൾ സ്റ്റേറ്റർ വൈൻഡിങ്ങിൽ അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് റോട്ടറിൽ എന്തുണ്ടാകുന്നു, ഒരു ഇലക്ട്രിക് കറൻറ്റ് ഉണ്ടാവുകയും തന്മൂലം അവിടെ ഒരു ടോർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇൻ ദി ഇൻഡക്ഷൻ മോട്ടോർ ദി റോട്ടർ ഈസ് നോട്ട് ഇലക്ട്രിക്കലി കണക്റ്റഡ് ടു ദി സ്റ്റേറ്റർ. അപ്പോൾ മോട്ടറിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് സ്റ്റേറ്ററും റോട്ടറും. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടോറിൽ ഈ റോട്ടറും സ്റ്റേറ്ററും ഇലക്ട്രിക്കലി കണക്റ്റഡ് അല്ല. In the induction motor, the rotor is not electrically connected to the stator, but induce a voltage or current in the rotor by transformer action, mutual induction. പക്ഷേ എന്ത് ചെയ്യുന്നു, ഇത് പരസ്പരം ഇലക്ട്രിക്കലി കണക്റ്റഡ് അല്ല. എന്നാലും എന്ത് ചെയ്യുന്നു, ഈ റോട്ടറിൽ എന്തുണ്ടാകുന്നു, ഒരു EMF അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നു. എങ്ങനെ? ബൈ ട്രാൻസ്ഫോർമർ ആക്ഷൻ. അതായത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന പ്രതിഭാസം വഴി റോട്ടറിൽ എന്തുണ്ടാകുന്നു, ഒരു EMF അല്ലെങ്കിൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നു. ദി ഇൻഡക്ഷൻ മോട്ടോർ ഡിറൈവ്സ് ഇറ്റ്സ് നെയിം ഫ്രം ദി ഫാക്ട് ദാറ്റ് ദി കറൻറ്റ് ഇൻ ദി റോട്ടർ ഈസ് നോട്ട് ഡ്രോൺ ഡയറക്ട്ലി ഫ്രം ദി സപ്ലൈ but is induced by relative motion of the rotor conductors and the magnetic field produced by the stator currents. ഇപ്പോൾ റോട്ടറിൽ എന്ത് ചെയ്യുന്നില്ല, നേരിട്ടിട്ട് ഒരു സപ്ലൈ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ കൊടുക്കുന്നില്ല. പക്ഷേ എങ്ങനെയാണ് പിന്നെ റോട്ടറിൽ കറണ്ട് ഉണ്ടാകുന്നത്? ഇറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് ബൈ ദി റിലേറ്റീവ് മോഷൻ ഓഫ് ദി റോട്ടർ കണ്ടക്ടേഴ്സ്. റോട്ടർ കണ്ടക്ടേഴ്സിന് റിലേറ്റീവ് മോഷൻ, ആർക്ക് തമ്മിൽ? റോട്ടർ കണ്ടക്ടേഴ്സും അതുപോലെ തന്നെ സ്റ്റേറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നത്, റോട്ടറിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. ദി 3 ഫേസ് വൈൻഡിങ് ഇൻ ദി സ്റ്റേറ്റർ പ്രൊഡ്യൂസസ് എ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദി സ്റ്റേറ്റർ കോർ. എന്ന് പറഞ്ഞു, സ്റ്റേറ്ററും ഉണ്ട് റോട്ടറും ഉണ്ട്. അതിൽ സ്റ്റേഷനറി പാർട്ടിനെയാണ്, മോട്ടറിൻ്റെ സ്റ്റേഷനറി ആയിരിക്കുന്ന പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റേറ്റർ എന്ന് പറയുന്നത്. ആ സ്റ്റേറ്ററിൽ എന്ത് ചെയ്യുന്നു, 3 ഫേസ് വൈൻഡിങ്ങിലുള്ള ആ സ്റ്റേറ്ററിൽ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നു, ഉണ്ടാകുന്നു. നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ ആ സ്റ്റേറ്റർ വൈൻഡിങ്ങിൽ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു.
The rotor of the induction motor may have either shorter rotor conductors in the form of a squirrel cage or in the form of a three-phase winding to facilitate the circulation of current through the closed circuit. അപ്പോൾ ഈ റോട്ടർ എന്ന് പറയുന്നത് ഇൻഡക്ഷൻ മോട്ടറിൽ ഒന്നിലെന്ത് ചെയ്യും, ഷോർട്ട് ചെയ്തിട്ടുണ്ടാവും. റോട്ടറിലെ കണ്ടക്ടേഴ്സ് പരസ്പരം ഷോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഫോമിലായിരിക്കും. അത് കാണാൻ എങ്ങനെയായിരിക്കും, ഒരു സ്ക്വീറൽ കേജ്, അണ്ണാൻ്റെ കൂട് പോലെ ആയിരിക്കും. അത് കാരണമാണ് എന്ത് പറയുന്നത്, അതിനെ സ്ക്വീറൽ കേജ് എന്ന് പറയുന്നത്. ഓർ ഇൻ ദി ഫോം ഓഫ് എ ത്രീ ഫേസ് വൈൻഡിങ് ഫെസിലിറ്റി ദി സർക്കുലേഷൻ ഓഫ് കറണ്ട് ത്രൂ ദ ക്ലോസ്ഡ്, അല്ലെങ്കിൽ ത്രീ ഫേസ് വൈൻഡിങ് കൊണ്ടുള്ള ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ആയിരിക്കും കറണ്ട് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. Let's assume that the stator field of the induction motor is rotating in a clockwise direction. This makes for the relative motion of the rotor in an anti-clockwise direction. സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ സ്റ്റേറ്ററിൽ എന്ത് ചെയ്യുന്നു, ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്ന് പറയുന്നു. ആ ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ റോട്ടറിൻ്റെ ഡയറക്ഷൻ, റിലേറ്റീവ് മോഷൻ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അങ്ങനെ ആ ഒരു പരസ്പരമുള്ള ആ റിലേറ്റീവ് മോഷൻ്റെ ഫലമായിട്ടാണ് റോട്ടറിൽ എന്തുണ്ടാവുന്നത്, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. Applying Fleming's right hand rule, the direction of EMF induced rotor will be towards the observer. നമ്മൾ ഫ്ലെമിംഗ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിൻ്റെ ഡയറക്ഷൻ എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. As the rotor conductors have a closed electric path due to their shorting, a current will flow through them as in the short circuit secondary of a transformer. ട്രാൻസ്ഫോമറിൻ്റെ അതേ സാമാന്യ ശൈലിയാണ് ഇവിടെ നടക്കുന്നത്. പ്രൈമറിയിൽ വോൾട്ടേജിൻ്റെ കൊടുക്കുന്ന വോൾട്ടേജിൻ്റെ ഫലമായി സെക്കൻഡറി ഉണ്ടാകുന്ന ഒരു വോൾട്ടേജ് ഉണ്ടാകുന്നു. ഇവിടെ പ്രൈമറി ആയിട്ട് സ്റ്റേറ്റർ കണക്കാക്കുകയാണെങ്കിൽ സെക്കൻഡറി ആയിട്ട് എന്ത് കണക്കാക്കുന്നു, റോട്ടർ കണക്കാക്കുന്നു. The magnetic field produced by the rotor currents will be in a counterclockwise direction according to Maxwell corkscrew rule. അതായത് ഈ മാഗ്നറ്റിക് ഫീൽഡ് റോട്ടറിൽ ഉണ്ടാകുന്ന, അപ്പോൾ റോട്ടറിലൊരു EMF ഉണ്ടാകുന്നുണ്ട്, ഒരു വോൾട്ടേജ് ഉണ്ടാകുന്നു. ആ വോൾട്ടേജിൻ്റെ ഫലമായിട്ട് റോട്ടറിൽ എന്തുണ്ടാകുന്നു, ഒരു മാഗ്നറ്റിക് ഫീൽഡും കൂടി ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്, റോട്ടറിൽ രണ്ടാമതൊരു മാഗ്നറ്റിക് ഫീൽഡും കൂടി ക്രിയേറ്റ് ചെയ്യുന്നു. will be in counterclockwise direction according to Maxwell's corkscrew rule. മാക്സ്വെല്ലിൻ്റെ കോർക്സ്ക്രൂ റൂൾ അനുസരിച്ച് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റേറ്ററിലാണ് പ്രൈമറി നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്. അങ്ങനെ ആ സ്റ്റേറ്ററിൽ എന്ത് ചെയ്യുന്നു, ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. ആ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡും റോട്ടറിൻ്റെ റിലേറ്റീവ് മോഷൻ ഫലമായിട്ട് റോട്ടറിൽ എന്തുണ്ടാകുന്നു, ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ കറണ്ടിൻ്റെ ഫലമായിട്ട് റോട്ടറിൽ എന്ത് ചെയ്യുന്നു, രണ്ടാമതൊരു മാഗ്നറ്റിക് ഫീൽഡും കൂടി ക്രിയേറ്റ് ചെയ്യുന്നു. The stator magnetic field and the rotor magnetic field result in a force to move the rotor in the same direction as that of the rotating magnetic field of the stator. അങ്ങനെ ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഫലമായിട്ട് റോട്ടറിൽ എന്തുണ്ടാകുന്നു, ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഫോഴ്സിൻ്റെ ഫലമായിട്ട് റോട്ടർ എന്ത് ചെയ്യുന്നു, ചലിക്കാൻ തുടങ്ങുന്നു. അതായത് ഇതിൻ്റെ ഡയറക്ഷനിൽ നമ്മുടെ സ്റ്റേറ്ററിൻ്റെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ ഈ റോട്ടർ എന്ത് ചെയ്യുന്നു, ചലിക്കാൻ തുടങ്ങുന്നു. എങ്ങനെ, ഈ രണ്ട് സ്റ്റേറ്ററിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും അതുപോലെ തന്നെ റോട്ടറിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഫലമായിട്ട് റോട്ടർ എന്ത് ചെയ്യുന്നു, ചലിക്കാൻ തുടങ്ങുന്നു, ഒരു ഫോഴ്സ് ഉണ്ടായിട്ട്. The rotor follows the stator field in the same direction by rotating at a speed lesser than the synchronous speed of the stator rotating magnetic field. അതിന് പറഞ്ഞു സ്റ്റേറ്റിൽ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇതിനെ പറയുന്ന പേരാണ് സിങ്കർണസ് സ്പീഡ് എന്ന് പറയുന്നത്. അങ്ങനെ സിങ്കർണസ് സ്പീഡിനെ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് റോട്ടർ കറങ്ങുന്നത്. The rotor follows the stator field in the same direction by rotating at a speed lesser than the synchronous speed. അപ്പോൾ റോട്ടറിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഈ സിങ്കർണസ് സ്പീഡിനെക്കാട്ടിയും കുറവായിരിക്കും. At higher speeds of the rotor nearing to synchronous speed, the relative speed between the rotor and the rotating magnetic field of the stator reduces and result in a smaller induced EMF in the rotor. അങ്ങനെ റോട്ടറിൻ്റെ ഹയർ സ്പീഡ്, അതായത് ഈ സിങ്കർണസ് സ്പീഡിനോട് അടുത്തായിട്ട് റോട്ടർ എന്ത് ചെയ്യുന്നു, കറങ്ങി എത്തുന്ന സമയത്ത് ദി റിലേറ്റീവ് സ്പീഡ് ബിറ്റ്വീൻ റോട്ടർ ആൻഡ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദി സ്റ്റേറ്റർ, റോട്ടറിൻ്റെയും അതുപോലെ തന്നെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും റിലേറ്റീവ് സ്പീഡ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. അതുപോലെ തന്നെ ആ റോട്ടർ എന്ത് ചെയ്യുന്നു, വേറൊരു ചെറിയൊരു ഇൻഡ്യൂസ്ഡ് EMF കൂടി ഉണ്ടാകുന്നുണ്ട്.
As the motor is loaded, the rotor speed has to fall to cope up with the mechanical force, thereby the relative speed increases and the induced EMF and current increases in the rotor, resulting in an increased torque. അങ്ങനെ ഈ മോട്ടർ നമ്മൾ ലോഡ് കൊടുക്കുന്ന സമയത്ത് റോട്ടറിൻ്റെ സ്പീഡ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. എന്തിനാ നമ്മൾ, അതായത് രണ്ടാമത് ഫോഴ്സ്, മെക്കാനിക്കൽ ഫോഴ്സ് എന്താണ്, മെക്കാനിക്കൽ ഫോഴ്സിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഈ റോട്ടറിൻ്റെ സ്പീഡ് കുറയുന്നു. അങ്ങനെ റോട്ടറിൻ്റെ സ്പീഡ് കുറയേണ്ട ഫലമായിട്ട് അവിടെയുള്ള റിലേറ്റീവ് സ്പീഡ്, ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡും റോട്ടറും തമ്മിലുള്ള റിലേറ്റീവ് സ്പീഡ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ ഫലമായിട്ട് അവിടെ ഉണ്ടാകുന്ന, റോട്ടറിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF ചെയ്യുന്നു, കറൻറ്റും കൂടുകയും അതുപോലെ തന്നെ റോട്ടറിൻ്റെ ടോർക്ക് എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുകയും ചെയ്യുന്നു. If we assume that the rotor attains speed equal to the synchronous speed of the rotating magnetic field of the stator, there will not be any torque in the rotor. Hence, the rotor of the induction motor cannot run at a synchronous speed at all. അപ്പോൾ സിംഗറസ് സ്പീഡും എൻ്റെ സിംഗറസ് സ്പീഡിനെക്കാട്ടും താഴെയായിട്ടാണ് റോട്ടറിൻ്റെ കറങ്ങുക. ഇനി അഥവാ നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ സിംഗറസ് സ്പീഡ് പറയുന്നത് ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്, അതിൻ്റെ സ്പീഡും ഈ റോട്ടറിൻ്റെ സ്പീഡും സെയിം ആവുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, ദർ വിൽ ബി നോട്ട് ബി എനി ടോർക്ക് ദി റോട്ടർ. അവിടെ എന്ത് ചെയ്യുന്ന റിലേറ്റീവ് സ്പീഡും കാര്യങ്ങൾ വ്യത്യാസം വരുന്നില്ല. അതുപോലെ തന്നെ റോട്ടറിൽ എന്ത് ചെയ്യുന്ന ഒരു ടോർക്കും ഉണ്ടാവുന്നില്ല.